ഹായ് ഡിയേഴ്സ്, ഗായത്രി ദേവി എൻ്റെ അമ്മ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബി അമ്മാവിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം തന്നെ ആ പണിയെല്ലാം തന്നെ കണ്ടുപഠിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു പണിയില്ലെങ്കിൽ തനിക്ക് ഇനി മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റില്ല എന്ന് അബിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ പഠിപ്പെല്ലാം തന്നെ മാറ്റി വച്ചതിന് ശേഷം താനൊരു കൈത്തൊഴിലിനായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത്. അങ്ങനെ അമ്മാവൻ്റെ പണിയൊക്കെ നോക്കി പഠിക്കുന്ന സമയത്ത് തന്നെ അമ്മാവൻ പറയുന്നുണ്ട്, എന്തായാലും അബി നീ എല്ലാം കണ്ടുപഠിച്ചോ എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും കണ്ടുപഠിച്ചു, അത് പോരാ, ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യണമെന്നും അമ്മാവൻ അബിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അബിയോട് പിന്നെ പറയുന്നുണ്ട്, നീ എന്തായാലും കടയിലേക്ക് പോ, കടയിൽ പോയതിന് ശേഷം ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചിട്ട് വായോ എന്ന് പറയുകയാണ്. ഞാൻ പൈസ തരാമെന്ന് പറയുന്നു. അങ്ങനെ അബി പൈസയായിട്ട് കടയിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെയാണ് താൻ വണ്ടിയിൽ വെച്ച് കണ്ടിട്ടുള്ള ഒരാളെ കാണുകയാണ്. എന്നിട്ട് അയാൾ പെട്ടെന്ന് അബിയെ കാണുമ്പോൾ, മോൻ എന്താ ഇവിടെയാണോ മോൻ്റെ വീട്? അങ്ങനെയാണെങ്കിൽ മോനെ ഞാൻ ഇവിടെ ഇറക്കി വിട്ടതിനെ, എന്താണ് മോനെ കാര്യമെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, ഇവിടെ തന്നെയാണ് എൻ്റെ വീട് എന്നും അയാൾ പറയുന്നുണ്ട്. അയാളുടെ മോളാണെങ്കിലോ ആമിയെ പോലെ ഒരു മോളാണ്. പക്ഷേ അബിയാണെങ്കിലോ ആ കുഞ്ഞിനെ കാണാനായിട്ട് നിൽക്കുന്നില്ല, ഒന്നാമത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് ആ കുട്ടി തൻ്റെ അനിയത്തിയെ പോലെയുള്ളൊരു കുഞ്ഞാണെന്നുള്ള മനസ്സിലാവുന്നൊന്നുമില്ല. അങ്ങനെ അബി അങ്ങോട്ടേക്ക് മാറിപ്പോവുകയാണ്. അങ്ങനെ അവിടെ ഒരു സ്കൂൾ കാണുന്നുണ്ട്. ആ സ്കൂൾ കാണുമ്പോഴത്തേനും അബിക്ക് തൻ്റെ പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മ വരുന്നുണ്ട്. താൻ ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു, തനിക്ക് കിട്ടിയ ട്രോഫികളെല്ലാം തന്നെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് അവിടേക്ക് മാഷ് വരികയാണ്. മാഷ് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ ഇവിടെ നിൽക്കുന്നത്? നീ ഈ സ്കൂൾ പഠിക്കുന്ന കുട്ടിയല്ലല്ലോ, പിന്നെ എന്താണ് മുന്നിൽ നിൽക്കുന്നത്? കാരണം എന്താ ചോദിക്കാൻ. ഞാനിവിടെ പഠിക്കുന്ന കുട്ടിയല്ല, പക്ഷേ സ്കൂൾ കണ്ടപ്പോൾ നിന്ന് നോക്കിയതാണ്. എന്നാൽ ശരി, നീ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അബി വെള്ള ബോട്ടിലുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്തിനാണ് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അവന് മദ്യപിക്കാൻ തന്നെയാണ്. അയാൾ മദ്യക്കുപ്പിയൊക്കെ എടുത്ത് പൊക്കുന്ന സമയത്ത് തന്നെ അബി അത് കാണുന്നുണ്ട്. തൻ്റെ വീട്ടിലെ അവസ്ഥ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മാവനോട് പറയുന്നുണ്ട്, അമ്മാവൻ എന്തിനാണ് ഇങ്ങനെ മദ്യപിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ അത് അന്വേഷിക്കേണ്ട കാര്യമല്ല, നീ കുഞ്ഞു കുട്ടിയാണ്, നിൻ്റെ കാര്യം നോക്കി നിന്നാൽ മതി. പക്ഷേ തൻ്റെ വീട്ടിലെ എല്ലാ അവസ്ഥകളും അവിടെ തുറന്ന് പറയാനായിട്ടാണ് അബി നിൽക്കുന്നത്. അപ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, എന്ത് പോലെ നിൻ്റെ ഇത്ര വലിയ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. എൻ്റെ വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു. അച്ഛൻ മദ്യപാനം തുടങ്ങിയത് മുതൽ തന്നെ ഞങ്ങളുടെ കഷ്ടകാലം തുടങ്ങിയതാണ്. ഞങ്ങൾക്ക് ഒന്നും തന്നെ ഇല്ലാണ്ടായി. ഞങ്ങൾക്കിപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എല്ലാം തന്നെ നശിച്ചു പോയി എന്ന് പറയുന്നു. അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോഴത്തേനും അയാൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാവുകയാണ്. അങ്ങനെ അയാൾ പിന്നെ ഇനി ഒരിക്കലും തന്നെ താൻ മദ്യപിക്കില്ല എന്ന് അവിക്ക് വാക്ക് കൊടുക്കുകട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആ മദ്യക്കുപ്പിയൊക്കെ എടുത്ത് കളയുന്നുണ്ട്. പിന്നീട് അവിടേക്ക് ഒരു പോസ്റ്റ്മാൻ വരികയാണ് ചെയ്യുന്നത്. തനിക്കൊരു ലെറ്ററുമായിട്ട്, അമ്മാവനൊരു ലെറ്ററുമായിട്ട് വരുന്നു. അപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, പോസ്റ്റ്മാൻ ഇതിലൊന്നും കാണാനില്ലല്ലോ, ഇപ്പോൾ ഒക്കെ കത്തൊന്നും ആരും അയക്കാറില്ലല്ലോ, ഒക്കെ ഫോണായില്ലേ, ഇനിയിപ്പോൾ എന്താണ്? പക്ഷെ തനിക്കൊരു രജിസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ചോദിക്കുന്നുണ്ട്. എന്താണ് നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ അബിയോട് പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കും, ഞാൻ മാഷിൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് വരട്ടെ, വേറൊന്നുമല്ല, എനിക്ക് ഈ കത്തിൽ ഇംഗ്ലീഷിലാണ് ഇത് പറഞ്ഞ് മനസ്സിലാപ്പിക്കാനാണ്, എനിക്ക് എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അബി പറയുന്നുണ്ട്, മാമൻ ആ ലെറ്റർ എനിക്ക് തരൂ, നിനക്ക് ഇംഗ്ലീഷൊക്കെ വായിക്കാൻ അറിയൂ എന്ന് ചോദിക്കുക കേട്ടോ അബിയോട്. ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത് മാമ എന്ന് പറയുന്നു. അങ്ങനെ മണിയായിട്ട് തന്നെ ആ ലെറ്ററിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിനക്കിത്ര വിദ്യാഭ്യാസമുണ്ടോ, എന്നിട്ട് എന്തുകൊണ്ടാണ് മോനെ നീ പഠിക്കാൻ പോവാത്തത്? നീ ഇവിടെ നിന്ന് ജോലി ചെയ്യേണ്ട, ആശാരിപ്പണി ചെയ്യേണ്ട ഒരാളല്ല, നീ പഠിച്ച് വലിയവനാവേണ്ടതാണ്. നീ എന്തായാലും വീട്ടിലേക്ക് പോകും, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ടെന്ന് പറയാം കേട്ടോ അമ്മാവൻ അബിയോട്. അങ്ങനെ അബി വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ദേവുവിനെയും അതുപോലെ തന്നെ അബിയെയാണ്. ദേവു സൈക്കിൾ ചവിട്ടി വരുന്ന സമയത്താണ് അബി വരുന്നത്. അപ്പോൾ തന്നെ അബിക്ക് സൈക്കിൾ ഇടിക്കുകയാണ് ദേവു. അങ്ങനെ അവർ വീഴുന്നുണ്ട്. അതിനുശേഷം തന്നെ തൻ്റെ സൈക്കിൾ അവിടെ കേടുവന്ന് നിൽക്കുകയാണ്. അപ്പോൾ ദേവു പറയുന്നുണ്ട്, ഇയാൾ കാരണം എൻ്റെ സൈക്കിൾ കേടുവന്നു, എന്താണ് ഇനി ചെയ്യുക? അങ്ങനെ ചവിട്ടാൻ നോക്കുമ്പോൾ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ അബി ആ സൈക്കിളൊക്കെ ശരിയാക്കി കൊടുക്കുകയാണ്. എന്നാലും ദേവുവിന് വളരെ പുച്ഛഭാവത്തോടു കൂടി അവൾ പോകുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് ആ മാഷിൻ്റെ വീട്ടിൽ തന്നെയാണ്. അമ്മാവനാണെങ്കിലോ അബിയെ കൂട്ടിക്കൊണ്ട് പോവാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ കുട്ടിയെന്ന് ചോദിക്കുകയാണ്. ഇത് എൻ്റെ പെങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു കുട്ടിയാണ്,
ഇവളെ ഈ സ്കൂളിലൊന്ന് പഠിപ്പിക്കണം മാഷേ എന്ന് പറയുകയാട്ടോ ചെയ്യുന്നത്. ഇവൻ നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ പറയും. എൻ്റെ കൂടെ പണി ചെയ്യാനായിട്ട് വന്നതാണ്. പക്ഷേ ഇവൻ നല്ല വിദ്യാഭ്യാസമുണ്ട്. ഇവൻ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കൂളിൽ ചേർത്തുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയൊക്കെ. അപ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, അവൻ്റെ അച്ഛനും അമ്മയൊന്നും ഇല്ല മാഷ്, ഞാൻ തന്നെയാണ് അവൻ്റെ എല്ലാം. അതുകൊണ്ട് മാഷ് സ്കൂളിൽ ചേർക്കണം. അപ്പോൾ TC ഉണ്ടോ, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ മാഷ് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും തന്നെ ഇല്ല, വാങ്ങിയിട്ടും ഇല്ല TC എന്ന് പറയുന്നു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയുകയാണ്. മാഷ് വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കും. ഇതൊരു പ്രൈവറ്റ് സ്കൂളാണ്, ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക, ഡൊണേഷനൊക്കെ വേണ്ടി വരും എന്ന രീതിയിലൊക്കെ പറയുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മാഷ് വിചാരിച്ച എന്തെങ്കിലും ഒരു കുറച്ച് കമ്മിയാക്കിയൊക്കെ തരാനായിട്ട് പറ്റില്ലേ എന്ന് പറയണം. ഇതിപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല. എന്തായാലും മോന് ഇത്ര വിദ്യാഭ്യാസം ഉണ്ടെന്നും വിവരമുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയുന്നു. അങ്ങനെ മാഷ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ എല്ലാം തന്നെ ഉത്തരം പറയുന്നുണ്ട്. ഇവൻ നീ പറഞ്ഞതുപോലെയല്ല, വളരെയധികം മിടുക്കനാണ്, വലിയൊരു സ്ഥാനത്ത് എത്തേണ്ടവനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവനെ പഠിപ്പിക്കാം, പക്ഷേ കുറച്ച് റിസ്ക്കാണ്. എന്തായാലും നമ്മൾ ഹെഡ് മാഷിനോടൊന്ന് ചോദിച്ച് നോക്കട്ടെ. എന്തായാലും നമുക്ക് നാളെ പോയിട്ട് ഹെഡ് മാഷിനോട് കാര്യങ്ങളെല്ലാം പറയാം. ഇങ്ങനെ TC ബർത്ത് സർട്ടിഫിക്കറ്റൊന്നും ഇല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ അവർ പോകുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് ദേവ് വരിക കേട്ടോ ചെയ്യുന്നത്. ദേവ് വരുമ്പോഴത്തേനും അബിയോട് പറയുന്നുണ്ട്, ഇത് മാഷിൻ്റെ മോളാണെന്ന് പറഞ്ഞു. രണ്ടുപേരും തമ്മിൽ ഒന്ന് ഉരസിയതാണ്. അതുകൊണ്ട് തന്നെ ദേവുവിന് അബിയെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ദേവ് ചെന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ആ പോയതെന്ന് ചോദിക്കണം. അത് നമ്മുടെ സ്കൂളിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന കുട്ടിയാണ്, അവനായിട്ട് വലിയ അടുപ്പമൊന്നും വേണ്ട എന്ന് ദേവ് പറയാണ്. അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് മാഷ്. അവൻ എന്നെ അവിടെ റോഡിൽ വെച്ച് തന്നെ അപമാനിച്ചു എന്ന രീതിയിലൊക്കെ ദേവ് എല്ലാ കഥകളെല്ലാം തന്നെ മാഷിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കുട്ടിയെ എനിക്കിഷ്ടമല്ല എന്നും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹെഡ് മാഷിൻ്റെ വീട്ടിലാണ്. ഹെഡ് മാഷ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ മാഷും അതുപോലെ തന്നെ അമ്മാവനും അബിയൊക്കെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അവർക്ക് ചായയുമായിട്ട് വരികയാണ് നമ്മുടെ സുനന്ദ, അതായത് ഹെഡ് മാഷിൻ്റെ മോളാണത്. അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും ചോദിക്കുന്നുണ്ട്, മാഷ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇപ്പോൾ വരും കേട്ടോ, അച്ഛൻ കുളിക്കുകയാണെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. കുളിച്ച് റെഡിയായിട്ട് ഇപ്പോൾ തന്നെ എത്തും. അങ്ങനെ മാഷ് വരാനായിട്ട് നിൽക്കുമ്പോഴത്തേനും മാഷ് പറയുന്നുണ്ട്, എന്തായാലും ഇവരുടെ രണ്ടുപേർ ദേവുവിൻ്റെയും സുനന്ദയുടെ ക്ലാസ്സിൽ നമുക്ക് അബിയെ ഇരുത്താം, എന്തായാലും അവർ പഠിക്കട്ടെ എന്ന് പറയുകയാട്ടോ ചെയ്യുന്നത്. നിങ്ങളുടെ പുതിയ കൂട്ടുകാരനാണിത് പറയുമ്പോൾ സുനന്ദ നോക്കുന്നുണ്ട്. അങ്ങനെ മാഷ് വരുന്നുണ്ട്. മാഷ് വരുന്ന സമയത്ത് തന്നെ കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറയുകയാണ്, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. എന്തായാലും അബിക്ക് അവിടെ ഒരു അഡ്മിഷൻ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഇനിയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. കാരണം അബിക്ക് നന്നായി പഠിക്കാനുള്ള ഒരു ബുദ്ധിയുണ്ട്, അവൾ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നുള്ളത് മാഷിക്കൊക്കെ മനസ്സിലാവുകയാണ് ചെയ്യുന്നത്.